പരിശുദ്ധ ഖുർആനിലെ 28ാമത്തെ സൂറത്തായ സൂറത്ത് ഖസസിലെ 7ാമത്തെ ആയത്താണ് ഇവിടെ ഓതി കേൾപ്പിച്ചത്. വഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസാ നബിയുടെ ഉമ്മാക്ക് വഹീ നൽകി. എന്താ വഹീ? ഗർഭിണിയായിരുന്നു. ആ കുട്ടിക്ക് പ്രസവിച്ചാൽ മുലപ്പാൽ കൊടുക്കണം. ഫഇദാ ഖിഫ്തി അലൈഹി, അഥവാ നീ അതിൽ ഭയപ്പെടുകയാണെങ്കിൽ ഫൽഖീഹി ഫിൽ യമ്മി, ആ നദിയിലേക്ക് ഇട്ടേക്കുക കുട്ടിയെ. വലാ തഖാഫി വലാ തഹ്സനി, നീ ഭയപ്പെടേണ്ടതുമില്ല ദുഃഖിക്കേണ്ടതുമില്ല. വറാത്തു ഇലൈകി വജാഇലുഹു മിനൽ മുർസലീൻ, കുട്ടിയെ നിന്നിലേക്ക് തന്നെ മടക്കി തരും എന്നാണ് മൂസാ നബിൻ്റെ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വഹീ. നമ്മൾക്കറിയാം, ദുൽഖഅദിലും ദുൽഹജ്ജിലൊക്കെ ഇബ്രാഹിം നബിയെക്കുറിച്ചും ഇസ്മായിൽ നബിയെക്കുറിച്ചും ഹജറ ബീവിയെക്കുറിച്ച് കുറേ നമ്മൾ കേട്ടു. മുഹറം മാസത്തിൽ മൂസാ നബിയെക്കുറിച്ച് ഓർക്കാതെ ഒരു ഖുത്ബ പറയാന്നുള്ളത് ഒരു വലിയ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് മൂസാ നബിയെക്കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂസാ നബിയെക്കുറിച്ചോട് നമ്മൾ പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ 136 സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞ ഒരു പ്രവാചകനാണ്. ഭൂമിയിൽ വെച്ച് ഒരു മറയുടെ പിന്നിലായി കൊണ്ട് അള്ളാഹുവിനോട് നേർക്കുനേരെ സംസാരിച്ച വ്യക്തിത്വമാണ്. വകല്ലമല്ലാഹു മൂസാ തക്ലീമ. അതുപോലെ തന്നെ ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രഗത്ഭരായ പ്രവാചകന്മാരെ എണ്ണി പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിലെ 3ാമനാണ്. അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ ഉടനീളം പ്രസ്താവനകളും ചരിത്രങ്ങളൊക്കെ എടുത്തു പറഞ്ഞു കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മൂസാവിൻ്റെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനായി യാക്കൂബ് നബിയാണ് ജനിക്കുന്നത്. യാക്കൂബ് നബിക്ക് മറ്റൊരു പേര് കൂടി ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ. സൂറത്ത് ആലി ഇമ്രാനിൽ അത് കാണാം. യാക്കൂബ് നബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നത്. യൂസുഫ് നബിൻ്റെ തണലിൽ യാക്കൂബ് നബി മറ്റുള്ള യൂസുഫ് നബിൻ്റെ മറ്റ് സഹോദരന്മാർ 12ഓളം അടങ്ങുന്ന കുടുംബങ്ങൾ അവിടെ താമസിച്ച കഥ നമുക്കൊക്കെ അറിയാം. സൂറത്ത് യൂസുഫ് വായിച്ചാൽ അത് കാണാൻ കഴിയും. അങ്ങനെ അവിടെ ഈജിപ്തിൽ 12ഓളം അടങ്ങുന്ന കുടുംബങ്ങൾ പെറ്റുപെരുകിയതാണ് ഇസ്രായേലികൾ. ആ ഇസ്രായേലികൾ പെറ്റുപെരുകിയപ്പോൾ ഈജിപ്തിൻ്റെ ഭരണയന്ത്രം നിയന്ത്രിച്ചിരുന്ന ഫിറഔന്റെ കിബുത്തികൾ എന്ന് പറഞ്ഞാൽ കോപ്റ്റിക്സ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലികൾ പെറ്റുപെരുകയാണ്. നമ്മളിവിടെ ഫാസിസ്റ്റുകൾ നമ്മളെ മുസ്ലിങ്ങളെ കുറിച്ച് പറയും പോലെ പെറ്റുപെരുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മളിവിടെ ന്യൂനപക്ഷങ്ങളാകും എന്നതുപോലെ ഫിറഔനെ സംബന്ധിച്ചിടത്തോളം നല്ല പേടിയാണ്. ഇവരിങ്ങനെ പെറ്റുപെരുകി വർദ്ധിച്ചാൽ എന്താകും കഥ? അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്ത് കാണാം. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം. വഇദ് നജ്ജൈനാകും, മൂസാ നബിയോട് അല്ലാഹു പറയാണ്, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്. ഫിറൗന്റെ ആൾക്കാരിൽ നിന്നുള്ള ശിക്ഷ, അതിൽ നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി. എന്താണ് അവർ ചെയ്ത തെറ്റ്? യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ ആൺമക്കളെ അവർ കൊന്നുകളഞ്ഞു. വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ പെണ്ണുങ്ങളെ അവർ ജീവിക്കാൻ അനുവദിച്ചു. ദാലികും ബലാഉം മിർ റബ്ബികും അദീം, മഹത്തായ പരീക്ഷണമാണിത്. ഏതുപോലെ നമ്മൾ ഇവിടുത്തെ ഫാസിസ്റ്റുകളെ കാഴ്ചപ്പാടങ്ങനെ തന്നെയാണ്. മുസ്ലിം ന്യൂനപക്ഷം പെറ്റുപെരുകുമ്പോൾ അവർ ആണുങ്ങളെയാണ് അവർ കൈകാര്യം ചെയ്യുക. പെണ്ണുങ്ങൾ മതം മാറി അവരിലേക്ക് ചെന്നാൽ അതിൽ പെറ്റുപെരുകുന്ന മക്കളൊക്കെ അവരുടെ താവഴിയിലാണ്. അതുപോലെ കിബുത്തികളും അങ്ങനെയാണ് ചിന്തിച്ചത്. പെണ്ണുങ്ങൾ ഇസ്രായേലികളിൽ ബാക്കി വന്നാൽ കിബുത്തികൾ വിവാഹം കഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മക്കൾ കിബുത്തി വംശജയായി എണ്ണപ്പെടുക. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ ഒഴിവാക്കി ആണുങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇസ്രായേലി കുടുംബത്തിൽ ഏതൊരു ആൺകുട്ടി ജനിക്കുന്നുവോ അത് പച്ചക്കങ്ങ് കൊല്ലുക, ഇതായിരുന്നു അവരുടെ പരിപാടി. അങ്ങനെ മൂസാ നബിയുടെ ഉമ്മ വല്ലാതെ ബേജാറായി. ഈ കുട്ടിയെ ഞാൻ പ്രസവിച്ച് വീഴ്ത്തിയാൽ ഫിറൗന്റെ ആൾക്കാർ വളരെ പെട്ടെന്ന് വന്ന കുട്ടിയെ കൊന്നുകളയുമല്ലോ എന്ന ഭയപ്പാട് വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ഉമ്മാക്ക് സമാധാനം നൽകുന്ന ആയത്ത് കൊടുത്തത്. അങ്ങനെയാണ് ആ കുട്ടിയെ പറഞ്ഞതുപോലെ മറ്റൊരു ഖുർആന്റെ ആയത്തിൽ ഫി താബൂത്തി എന്നും കാണാം. ഒരു പെട്ടിയിലാക്കി ആ പുഴയിലേക്ക് എറിയുകയാണ് ഉമ്മ. ആ പെട്ടി ഒഴുകിയെത്തിയത് ഫിറൗന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലാണ്. അങ്ങനെ അവിടെ ആ കുട്ടി വന്നപ്പോൾ അവിടെ കിങ്കരന്മാരും പട്ടാളക്കാരൊക്കെ അത് എടുത്തു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ആസിയ ബീവി
ഫിറൗന്റെ ഭാര്യ, സ്വർഗാവകാശിയായ സ്ത്രീ, ഇതൊക്കെയുള്ള ഗുണങ്ങളുള്ള ആ ഭാര്യ അല്ലെങ്കിൽ ഫിറൗന്റെ ഭാര്യ പറഞ്ഞു, ഈ കുട്ടി നമുക്ക് ഉപകാരപ്പെടും, ഇത് നമുക്ക് വളർത്താം. ഫിറൗനാണെങ്കിൽ ചെറിയൊരു പേടിയുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള, അതുപോലെ ഒരു ദുസ്വപ്നവും കണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. അള്ളാഹു ആലം. എന്നെ കൊല്ലാൻ ഒരു ആൺകുട്ടി ജനിക്കുന്നുണ്ടോ എന്നൊരു വിശ്വാസം കൂടി ഇതിന് പിന്നിലുണ്ട്. അങ്ങനെയാണ് ഫിറൗൻ ഭയപ്പെടുന്നത്. എങ്കിലും ഭാര്യന്റെ ഇഷ്ടപ്രകാരം ആ കുട്ടിയെ കൊട്ടാരത്തിൽ വളർത്താനായപ്പോൾ അവിടെ കിടക്കുന്ന ഒരൊറ്റ ഒരാളുടെയും മുല ഈ കുട്ടി കുടിക്കുന്നില്ല, മുലപ്പാല്. അങ്ങനെയാണ് മൂസാ നബിയുടെ മൂത്ത സഹോദരിയെ ഉമ്മ അയക്കുന്നത് കൊട്ടാരത്തിലേക്ക്. തന്ത്രപൂർവ്വം ആ കുട്ടിയെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള തന്ത്രം പയറ്റി ആ ഏട്ടത്തി മൂത്ത ഇത്താത്ത പോയിട്ട് ആ കൊട്ടാരത്തിൽ പറഞ്ഞു, നിങ്ങൾ ആരെയും വിഷമിക്കേണ്ടതില്ല, ഈ കുട്ടിയെ നല്ല നിലക്ക് വളർത്താൻ ഉപകാരപ്പെടുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം, ഞാൻ അവിടേക്ക് കൊടുത്തുവിടാന്ന് പറഞ്ഞാൽ അവളെ വാക്ക് അംഗീകരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ഉമ്മായിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു. വെറുതെ അല്ല, കൊട്ടാരം വകയുള്ള എല്ലാ ചെലവുകളും അവരുടെ എല്ലാ കുട്ടിയുടെ എല്ലാ ചെലവുകളും കൊട്ടാരത്തിൽ നിന്നാണ് കൊടുക്കുക. അങ്ങനെ അള്ളാഹു പറഞ്ഞതുപോലെ ആ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയും ഉമ്മാക്ക് തന്നെ മുലപ്പാൽ കുടിക്കുകയും ആരുടെയും മുലപ്പാൽ കഴിക്കാത്ത കുട്ടി ഉമ്മാന്റെ മുലപ്പാൽ കുടിക്കാനും തുടങ്ങി. അങ്ങനെ കുട്ടി വളരുകയാണ്. ഫിറൗന്റെ കഠിനമായ ശത്രുവായ മൂസാ നബി ഫിറൗന്റെ കൊട്ടാരത്തിലാണ് വളരുന്നത്. അങ്ങനെ അവിടെ ഒക്കെ വളർന്നു, ഏകദേശം ഒരു പക്വതയൊക്കെ വന്നു. അങ്ങനെ സൂറത്തുൽ ഖസസിലെ 10-25 ആയത്തിൽ ഭംഗിയായിട്ട് ആ ചരിത്രം അല്ലാഹു പറയുകയാണ്. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അങ്ങനെ പ്രായപൂർത്തിയായപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? ഹുക്മൻ വഇൽമ, അറിവും അത് ഹിക്മത്തൊക്കെ കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ സുഹൃതവാന്മാർക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞ ആയത്ത് തുടരുകയാണ്. ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه. മൂസാ നബി പക്വത വന്നപ്പം ഒരു അടുത്ത അങ്ങാടിയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. മുഫസ്സിറുകൾ പറയുന്നത് അതൊരു ഉച്ച സമയമാണെന്നും അതല്ല രാത്രിയിലാണെന്നും അങ്ങാടിയിൽ ആൾക്കൂട്ടം വല്ലാതെ ഇല്ലാതിരിക്കുന്ന സമയത്താണെന്നും. എന്താ സംഭവിക്കുന്നത്? രണ്ടാൾക്കാർ ശണ്ട കൂടുകയാണ്. ഒന്നാണെങ്കിൽ ഹാദാമിൻ ഷിയത്തി വഹാദാമിൻ അദുവി, ഒന്ന് ഇസ്രായേലിയാണ്, മറ്റൊന്ന് കിബിത്തി വംശജനാണ്. ആ കിബിത്തി വംശജന്റെ എല്ലാ ഇസ്രായേലുകളും മൊത്തത്തിൽ അവരുടെ ഈ കിബിത്തികളുടെ പണിക്കാരും ജോലിക്കാരും അടിമകളൊക്കെയാണ്. നല്ല നല്ല സ്ഥാനത്തൊന്നും അവരുണ്ടാവുകയില്ല. അങ്ങനെ ഒരു കിബിത്തി ഇസ്രായേലിയോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി ഒഴിഞ്ഞു പോകാൻ പോകുമ്പോൾ വീണ്ടും കഠിനമായി ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇസ്രായേലിനെ എതിർത്തു. എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പൊരിഞ്ഞ അടി കൊടുക്കുകയാണ് കിബിത്തി. കാരണം അധികാരത്തിന്റെ ഹുങ്കും ഭരണാധികാരികളുടെ ആളും എന്ന നിലക്ക് ഏറ്റവും താഴ്ന്ന കടയിലുള്ള ഇസ്രായേലിനെ അടിക്കുമ്പോൾ ആരും അതിന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ മൂസാ നബിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ ഇദ്ദേഹത്തെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തെ സഹായത്തിന് വിളിച്ചപ്പം ശത്രുവിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ അടിക്കരുത്, മാറ്റി നോക്കാൻ. പക്ഷേ അവൻ മാറുന്നില്ല, അടിക്കുക തന്നെ. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ മൂസാ നബി ഒരൊറ്റ വീക്കം കൊടുത്തു, ആളങ്ങ് മരിച്ചുപോയി. മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം അവനെ കൊല്ലാതുള്ള ലക്ഷ്യമല്ല, അവനെ ഒരു ഇടി കൊടുത്താലേ മാറൂ എന്ന് കണ്ടപ്പോൾ ഒന്ന് കൊടുത്തതാണ്. പക്ഷെ ആളങ്ങ് മരിച്ചുപോയി. ഉടനെ മൂസാ നബി അതാ പറയുന്നു സൂറത്തുൽ ഖസസിൽ, قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. അല്ലാഹുവേ, ഞാൻ ചെയ്തു പോയ തെറ്റായിപ്പോയി, എനിക്ക് നീ പുറത്തു തരണം. ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. എന്താ പിശാചിന്റെ പണി? അത് മുദില്ലും മുബീൻ. അതായത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവാണ്, വഴി പഴപ്പിക്കുന്നവനാണ്. ഇത് കഴിഞ്ഞ മൂസാ നബിക്ക് പേടിയായി. ഫിറൗന്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ ഉള്ള കാലം മുഴുവനും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഫിറൗന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തരെ കൊന്നിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കാൻ പറ്റുമോ? എങ്ങനെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകാൻ? സാധ്യമല്ല. അങ്ങനെ ഒരാൾ ആ മദീനയുടെ അങ്ങേയറ്റത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക, ഇവിടുത്തെ ഭരണാധികാരികൾ നിന്നെ കൊല്ലാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫഖ്റുജ്, അതാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടണം. ഇന്നി ലക മിനൻ നാസിഹീൻ, എത്രയും വേഗത്തിൽ ഇവിടുന്ന് സ്ഥലം വിടണം, അല്ലെങ്കിൽ നിങ്ങൾ കഥ കഴിക്കും. അങ്ങനെ മൂസാ നബി ഘട്ടം ബേജാറായി, എങ്ങോട്ടാ പോവുക, ഇവിടെ പോവുക? അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു.
فخرج منها خائفا يترقب قال رب نجني من القوم الظالمين. അല്ലാഹു അക്രമികളായ ആൾക്കാരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ച് മദിയൻ ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ വലമ്മാ തവജ്ജഹ തിൽഖാഹാ മദിയന ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅസ് സബീൽ. അങ്ങനെ മദിയനിലേക്കുള്ള യാത്രയിലാണ്. നേരായ വഴി അല്ലാഹു കാണിച്ചു തരുന്ന വിശ്വാസത്തിൽ അതാ പോവുകയാണ്. അങ്ങനെ ഏകദേശം 1-2 ആഴ്ചത്തെ നടന്ന് ക്ഷീണിച്ച് അവശനായി കൊണ്ട് മദീനയിലേക്ക് എത്തുന്നതാണ് കാഴ്ച. തുടർന്ന് ആയത്തുകൾ ഇങ്ങനെ പോവുകയാണ്. ആയത്ത് തൊട്ടടുത്തത് പറയുന്നത് വലമ്മാ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസി യസ്കൂൻ. അങ്ങനെ ആ വെള്ളത്താവളത്തിൽ, മദീനയിലെ ഒരു വെള്ളത്താവളം, കാലികളെ മേയ്ക്കുന്ന അട്ടടിയന്മാരും മറ്റുള്ള കാലികളെ മേയ്ക്കുന്നവരും ആ വെള്ളത്താവളത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും കാലികൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. മൂസാ നബി ആ നാട്ടിൽ ഒരു പുതിയ പരിചയക്കാരാണ്. ആരും പരിചയമില്ലാത്തൊരവസ്ഥയിലാണ് അവിടെ എത്തുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തൊട്ട് മാറി നിന്നുകൊണ്ട് 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അവരുടെ ആടുകളെയോ നാൽക്കാലി മൃഗങ്ങളെയോ ഒന്നും തന്നെ വെള്ളം കുടിക്കാനായി പോകാൻ അനുവദിക്കാതെ മറ്റൊരു ഭാഗത്ത് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അങ്ങനെ മൂസാ നബി ആ 2 പെൺകുട്ടി വിളിച്ച് കാലമാ ഖത്ബുകുമാ, എന്താണ് നിങ്ങളുടെ വർത്തമാനം? ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്തിറ الرعاء വഅബൂനാ ശൈഖുൻ കബീർ. ആ പെൺകുട്ടികൾ പറഞ്ഞ മറുപടി എന്താ? ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്തിറ الرعاء. അതായത് ആടിനെ തടഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു, ഈ ആട്ടടയന്മാർ അവരുടെ കാലികളെ വേയിച്ച് വെള്ളം കുടിപ്പിച്ച് പോയാലേ നമ്മളങ്ങോട്ട് ഇറങ്ങാറുള്ളൂ. പക്ഷെ മൂസാ നബിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ത് തന്നെയാൽ 2 പെൺകുട്ടികൾ തരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കല്ലേ ഇവർ വേണ്ടത്. അവന് ബലം പ്രയോഗിച്ച് അവരൊക്കെ ചെയ്ത് ഈ പെൺകുട്ടികളെ താമസിക്കുന്നത് ശരിയില്ലല്ലോ. മൂസാ നബിയാണ് ശക്രൻ കണ്ണിനാണ്, ആരോഗ്യവാനാണ്, ശക്തരാണ്, ആര് കണ്ടാലും പൊടിച്ചു, അത്ര നല്ല ആരോഗ്യമുള്ളവരാണ്. അങ്ങനെ മൂസാ നബി ആ പെൺകുട്ടികളോട് ആ ആട്ടിടങ്ങളെയൊക്കെ വാങ്ങി അവരടിയിൽ കൂടെ ഇറങ്ങി അങ്ങ് പോയി വെള്ളം കുടിപ്പിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. കാരണം അയാളുടെ ഒന്നും മിണ്ടാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അയാളുടെ നേരിട്ടാൽ നമുക്കൊന്നും ആവൂല എന്ന് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. വെള്ളം വയറ് നേരെ കുടിപ്പിച്ച് പെൺകുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ. അങ്ങനെ ആ പെൺകുട്ടികൾക്ക് വെള്ളം നിറച്ച് അങ്ങനെ ആണ്ടിനെയും കൊണ്ട് അവർ വീടുകളിലേക്ക് തിരിച്ചു പോയപ്പോൾ പറഞ്ഞു, അള്ളാഹു ഹൈറായി എന്തെങ്കിലും നീ ഇറക്കുന്ന ഞാൻ അതിൻ്റെ ആവശ്യക്കാരനാണ് അള്ളാഹു എന്നും പറഞ്ഞ് മരത്താണ് വിശ്രമിക്കുകയാണ്. അപ്പൊ ഈ മക്കളാണെങ്കിൽ ശുഐബ് നബിന്റെ കുട്ടികളാണ് 2 എന്നും അല്ല എന്നും അഭിപ്രായമുണ്ട്. മദിയനിൽ ശുഐബ് നബി ഉണ്ട് എന്നുള്ളത് ഖുർആൻ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. എങ്കിലും മുഫസ്സിറുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ മക്കൾ വളരെ ഡിലേ ആയിട്ട് വരുന്ന മക്കൾ കുറെ നേരത്തെ എത്തിക്കണ്ടപ്പോൾ ഉപ്പ ചോദിച്ചു, എന്താണ് കുട്ടികളെ ഇത് നേരത്തെ? അപ്പൊ പറഞ്ഞു, ഇന്നൊരാൾ നമ്മളെ സഹായിക്കാനുണ്ടായി, അയാളാണ് എല്ലാം നമ്മളെ കാര്യങ്ങളെയൊക്കെ വെള്ളം കുടിപ്പിച്ചതൊക്കെ അയാളാണ്. അപ്പൊ അയാളവിടെ പോയി, അയാൾ പറഞ്ഞു അവിടെ ഞാൻ കാണുമെന്ന്. അപ്പൊ പറഞ്ഞു തിരിച്ചു വിളിക്കുക, അയാളെ പോയി വിളിച്ചു കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു മോൾ, ഒരു പെൺകുട്ടി അതിൽ തിരിച്ചു വന്ന് വിളിച്ചു. ഖുർആൻ പറയുന്ന രംഗം ഇതാണ്, قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا. ആ പെൺകുട്ടി ലജ്ജാവതിയായി. ഖുർആൻ പറഞ്ഞതാ ലജ്ജാവതിയായി വന്നെന്ന് പറഞ്ഞാൽ നമ്മളെ പെൺകുട്ടികൾക്ക് ലജ്ജയുണ്ടോ? ഇപ്പോൾ നമ്മളെ പെൺകുട്ടികൾക്ക് ലജ്ജയുണ്ടോ? ഒരു 10 മണിക്ക് സ്കൂൾ പോകുന്ന പെൺകുട്ടികളെയും പ്രായപൂർത്തിയെത്തിയ മക്കളൊക്കെ റോഡിൽ കയറി നമ്മൾ കാണുക. ലിപ്സ്റ്റിക്കും അതുപോലെയുള്ള ചോപ്പൊക്കെ വാരി തേച്ചിട്ടാണ് പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത്. അതിപ്പോൾ ഓരോ കുട്ടികളും ലജ്ജയോടുകൂടി അതൊക്കെ ചെയ്യാൻ മടിച്ച കുട്ടികളും കൂടി അതിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദുരവസ്ഥ. ആ പെൺകുട്ടി ലജ്ജാവതിയായി ഏതോ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയാണ് ഫേസ് ചെയ്യാന്ന് അറിയൂടാതെ ലജ്ജാവതിയായി വിളിക്കുകയാണ്. ഉപ്പ വിളിക്കുന്നു, നമ്മളെ ആടുകളെ കുടിപ്പിച്ചതിനുള്ള പ്രതിഫലം തരാൻ വേണ്ടി ഉപ്പ വിളിക്കുന്നു. ആ പെൺകുട്ടി മുമ്പിലെല്ലാം നടന്നത് മൂസാ നബിയുടെ മുമ്പിൽ നടന്നു. ചില ചരിത്രകാരന്മാർ പറയുന്ന അവർ കുറച്ച് കല്ലുകൾ കരുതിയിരുന്നു. മൂസാ നബിക്ക് പോകേണ്ട വഴിയിലേക്ക് ഇവർ പിന്നിൽ നിന്ന് കല്ലെറിഞ്ഞു കൊടുത്തു, കല്ലെറിഞ്ഞ് കാണിച്ചു കൊടുത്തു. സാധാരണഗതിയിൽ പെണ്ണുങ്ങളെ പിന്നിൽ ആണുങ്ങൾ നടക്കാൻ പാടില്ല. പള്ളിയിലെ സഫിനെ കുറിച്ച് പറയുന്നത് എന്താ? ആദ്യം ആണുങ്ങൾ
പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ. അങ്ങനെ ലജ്ജാവതിയായി ആണ് എന്തായാലും വിളിച്ച ഉത്തരം നൽകി പോയി. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ശുഐബ് നബിയാണെന്നും പറയാം, അല്ല എന്നും പറയാം, തീർത്ഥമായി പറയാൻ നിവൃത്തിയില്ല, തെളിവുകളില്ല. എങ്കിലും കുറേ മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശുഐബ് നബിന്റെ മക്കളാണിത് എന്നും. അങ്ങനെ പറഞ്ഞു. ഫലമ്മാ ജാഉൽ ഖസ്സാലിൽ ഖസസ, ചരിത്രം മുഴുവൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ് ആ കുട്ടികളുടെ ഉപ്പ പറഞ്ഞത്. ഇവിടെ ഫിറൗന്റെ ഭരണമൊന്നുമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, മനസ്സമാധാനത്തോടെ നിന്നോ. അങ്ങനെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി അവരോട് പറയുകയാണ്, ഉപ്പ, ഇവരെ നിങ്ങൾ പണിക്ക് നിർത്തിക്കോ, ഒരു കൂലിപ്പണിക്ക് നിർത്തിക്കോ. അദ്ദേഹം ശക്തവാനാണ്, സത്യസന്ധനാണ്. ഇതേ വാക്ക് ഖവിയുൻ അമീൻ എന്ന വാക്ക് ഖുർആനിൽ സൂറത്തുൽ നംലിലും കാണാം. നിങ്ങൾക്കറിയാം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു. ആ ചരിത്രം ഇപ്പം പറയുന്നില്ല. ആ ജിന്നുകൾ ഉണ്ടായപ്പോൾ ബൽക്കീസ് രാജ്ഞി ഇസ്ലാമായി ഇവിടെ വരുന്നതിന് മുമ്പ് ആ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ആരിവിടെ കൊണ്ടുവരും? യൂസഫ് സുലൈമാൻ നബി പറയുന്ന വാക്ക് ഖുർആനിലുണ്ട്. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. പ്രധാനികളെ, നിങ്ങൾക്ക് ആർക്കാണ് ആ ബൽക്കീസ് രാജ്ഞി ഇവിടെ മുസ്ലിമായി വരുന്നതിന് ആ പെണ്ണുങ്ങളുടെ സിംഹാസനം ഇവിടെ എത്തിക്കാൻ പറ്റുന്ന ആരാണ് ഈ കൂട്ടത്തിലുള്ളത് ചോദിച്ചപ്പോ ഇഫ്രീത്ത് മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിക്കാൻ ഞാൻ റെഡിയാണ്. ഇന്നഹു ലഖവിയ്യുൻ അമീൻ, അതിന് എനിക്ക് ശക്തിയുണ്ട്, അത് ഞാൻ വിശ്വസ്തരുമാണ്. ഇതേ വാക്കാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ആ പെൺകുട്ടികൾ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കുന്നത്. കവിയാണ്, അമീനാണ്. ഒരു പണിക്കൊരാളെ നിർത്തുമ്പോൾ ഇത് രണ്ടും പോണം. കവിയാണ്, അമീനല്ല എന്ന് വിചാരിക്കുക. ആൾ ആരോഗ്യവാനാണ്, സത്യസന്ധനല്ല, ആണ് ജോലിക്ക് നിർത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അമീനാണ്, കവിയല്ല. ആള് സത്യസന്ധനാണ്, ജോലിക്ക് പ്രാപ്തനല്ല, കഴിവില്ല, ആരോഗ്യം കുറവാണ്. രണ്ടും പ്രശ്നമാണ്. അങ്ങനെ ഉപ്പാനോട് പറഞ്ഞ് പണിക്ക് നിർത്താൻ പറഞ്ഞ ഉപ്പ മക്കളുടെ ഉപദേശം കേട്ടിട്ട് ഉപ്പ അതിൽ നിന്ന് അങ്ങോട്ടും കൂടി ചിന്തിച്ചിട്ടാണ് പണി ഒപ്പിച്ചത്. ഉപ്പ പറഞ്ഞെന്താ അറിയോ? ആ ജവാബിനോട് പറയാണ്, എന്റെ ഒരു മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. പക്ഷെ നിബന്ധന എന്താ? 8 വർഷം നിനക്ക് ആടിനെ മേയ്ക്കാമെന്ന് നീ വാക്ക് തരണം. ഇനി ഇനി 10 വർഷം നീ തേക്കുകയാണെങ്കിൽ അത് എന്റെ ഇഷ്ടമാണ്, എനിക്ക് നിർബന്ധമില്ല. ഇതിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ മൂസാ നബിന്റെ മറുപടി, നിങ്ങളുടെ സാലികളുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കണ്ടെത്താൻ കഴിയും. അതിന് മൂസാ നബി ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയും. നിങ്ങൾ എന്നോട് പറഞ്ഞ 8ഉം 10ഉം ഇവിടെ ഉണ്ട്. ഇത് 2-1 ഞാൻ പൂർത്തിയാക്കുക. അത് 8 ആയാലും 10 ആയാലും നിങ്ങൾ എന്നോട് ഒന്നും പ്രതികാരം കാണിക്കാൻ പാടില്ല, എന്നോട് തന്നെ വെറുക്കാനും പാടില്ല എന്നും പറഞ്ഞ് അവിടെ വിവാഹം കഴിച്ച് അവിടെ ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഒന്നും കൂടെ പൂർത്തീകരിക്കാൻ കഴിയില്ല, ഞാൻ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പൂർത്തിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്കറിയാം തൊട്ടടുത്ത പ്രദേശമായ വയനാട്ടിലെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് 2ാം ഖുത്ബയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാ പ്രയാസങ്ങളും അവർക്ക് ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ നാട്ടിലെ അബൂബക്കർക്കായി ഇന്ന് രാവിലെ മരണപ്പെട്ട ഒരു വാർത്ത 2-3 പേർ എന്നോട് പറഞ്ഞു. ഈ പള്ളിയിൽ സ്ഥിരം വരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ഒരു മരണമായതുകൊണ്ട് തന്നെ ഒരു നല്ല മരണമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അദ്ദേഹത്തെ ജന്നാത്തിൽ നഈമിൽ ഒരുപ്പിക്കട്ടെ. നമ്മളെയും അവരെയും സ്വർഗ്ഗത്തിൽ ഒരുപ്പിച്ച് കൂട്ടുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടും അവൻ്റെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടും നിരന്തരമായി ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. നമ്മളെ തൊട്ടടുത്ത പ്രദേശമായ വയനാട് നിങ്ങൾക്കറിയാം. കൂടുതലൊന്നും പറയേണ്ടതില്ല, എല്ലാവരുടെ കയ്യിൽ പരന്ന മൊബൈൽ ഉണ്ടാകുമ്പോൾ ഒന്നും നമ്മളങ്ങോട്ട് പറയേണ്ട. നമ്മളെക്കാളും അറിയുന്നവരാണ് ഇരിക്കുന്നവർ. എൻ്റെ അടുത്ത് ഇതാ ഉള്ളൂ, ഇതിലൊന്നും കിട്ടൂല. സ്വബീസ്കരിക്കാൻ പള്ളി പോയപ്പോൾ ഇങ്ങളെന്തോ അറിയോ ഇന്നലെ രാത്രി 1:30 മണിക്ക് അങ്ങനെ ഇന്നലെ ഞാൻ അറിയും, ഞാനൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരാളാണ് നീ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന വിഡിത്തമാണ്. ഞാൻ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരായി ഇരിക്കുന്നതെങ്കിലും എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിൽ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. മരിക്കേണ്ടവർ മരിച്ചു, കുടുംബം മൊത്തത്തിൽ മരിച്ചു, കുറച്ചാൾ മരിക്കാതെ ബാക്കിയായി. ഇങ്ങനെയൊക്കെ വരുന്ന സംഭവം നമ്മൾ നിരന്തരം എല്ലാ നിലയും അറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ഓർത്തു പോയ ഒരു കാര്യം, ഒരു 10-20 വർഷം മുമ്പാണ് തോന്നുന്നു, ഞാൻ ഗൾഫിലാണ്. ആ സമയത്ത് ഗുജറാത്തിലൊരു ഭൂകമ്പം നടന്നു. ഭൂകമ്പം നടന്നപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ അവിടത്തേക്ക് സഹായം ഒഴുകി. ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്, നിങ്ങളൊരു ഓർമ്മയ്ക്ക് ഞാൻ പറയാം. അങ്ങനെ ടെന്റുകളും പുതപ്പുകളും എല്ലാ സംവിധാനങ്ങളും അവിടെ ഗുജറാത്തിൻ്റെ മണ്ണിലെത്തിയപ്പോഴേ ആ കൂട്ടത്തിൽ സൗദി ഗവൺമെൻറ്റിൻ്റെ വകയുള്ള ഏറ്റവും വലിയൊരു ചരക്ക് വിമാനം നിറയെ സാധനം അവിടെ എത്തിയിരുന്നു. ആ വായിച്ച വായനയിൽ അല്ലാതെ വലിയ വിഷമിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയുന്നു. ഫാസിസ്റ്റുകളായ ആൾക്കാരായിരുന്നു അവരുടെ ഭരിക്കുന്നത് ആ സമയത്ത്. അവരെന്ത് ചെയ്തു, ഈ സാധനം മുഴുവൻ ആ ഫാസിസ്റ്റുകളുടെ അടുത്തേക്ക് അത് നീക്കുകയും ഇതിനൊരു സാധനം പോലും മുസ്ലിമിന് കിട്ടരുതെന്നുള്ള വാശിയോടെ കൊടുത്തതും ഞാൻ പത്രത്തിൽ വായിച്ചത്. അവിടെ നോക്ക്, അക്കണക്കിന് നമ്മൾ കേരളത്തിൽ എത്ര അഭിമാനിച്ച എത്ര പറഞ്ഞാൽ കുറയോ. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്ക്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അങ്ങനെ കാണുമോ? ഇപ്പം ശിരൂരിൽ മരിച്ച അയാളെ കുറിച്ച് പരതുമ്പോൾ അവിടെ കർണാടകത്തിലെ കുറച്ചാൾ ചോദിച്ചു പോലും, ഇയാളെ ആരാ ഈ മനുഷ്യൻ, ഈ മരിച്ച ആൾ, ഇയാളെ മന്ത്രിയെ മറ്റാണോ? എല്ലാവരും ഇവിടെ വന്ന് കേമ്പടിച്ച് പരതുന്നുണ്ടല്ലോ. അങ്ങനെ ആ നാട്ടുകാർ ചോദിച്ചതായിട്ടും പറയപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിലുള്ള ഒരു ഒത്തൊരുമ ലോകത്ത് എവിടെയും കാണൂല. ഇപ്പം നിങ്ങൾക്കറിയാം, അബ്ദുറഹീമിൻ്റെ കഥ നിങ്ങൾക്കറിയാം. മാട്ടൂരിൽ കുട്ടിക്ക് വേണ്ടി കോടികൾ സ്വരൂപിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ നമ്മുടെ കേരളത്തിലേ നടക്കും, വേറെ സ്റ്റേറ്റിൽ നടക്കൂല. ഇവിടെ ഇപ്പോൾ വയനാട്ടിൽ ഇങ്ങനെ ചെന്ന് നോക്കിയാൽ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനെന്നോ യുക്തിവാദി എന്നോ ഒന്നും അവിടുത്തെ ചിന്തയില്ല. അവനൊരു മനുഷ്യനാണോ, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ എല്ലാ വിഭാഗവും ഒത്തിണങ്ങുന്ന ഒരു രംഗം കേരളത്തിലല്ല, അത് വേറെ കാണൂല, ഉറപ്പ്. ഞാൻ കുറേ അത്ര ആൾക്കാരായിട്ട് അടുത്ത ഇടപഴകിയ ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നത്. അത് അൽഹംദുലില്ലാ കലാകാലം നിലനിർത്തട്ടെ. എല്ലാവർക്കും ഇന്ത്യയുടെ എല്ലാ നാട്ടുകാർക്കും എല്ലാ വിഭാഗക്കാർക്കും നമ്മൾ ഈ ഒത്തൊരുമ വളരെ ഒരു മാതൃകയാണ്. അങ്ങനെ ഉണ്ടാവണം. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, ഈ വെള്ളിയാഴ്ച ഇപ്പം ഞാൻ പത്രത്തിലും വായിച്ചൊരു വാർത്തയുണ്ട്, എല്ലാവരും കൂടി എല്ലാ പള്ളികളിലും ഇപ്പം നമ്മൾക്കിപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക സന്നദ്ധ സംഘടനകൾ വേണ്ടുന്നതൊക്കെ ചെയ്യുന്നത്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ? അവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം അവിടെ എത്തിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ ഒരു കലക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വയനാട്ടിലേക്കാണ് കലക്ഷൻ തരുന്നത്. അതായത് എന്തെങ്കിലും ചെറിയ തുട്ടുകളിട്ട് പോകാതെ കട്ടിയുള്ള കനമുള്ള, നിങ്ങളെന്നാ ആലോചിക്കുന്നത്, രാത്രി 1:30 മണിക്ക് കിടന്നുറങ്ങുമ്പം മലയിടിച്ച് മൊത്തത്തിൽ വെള്ളത്തോടു കൂടി ഒഴിപ്പോകുന്ന ആലോചിച്ച് നോക്കിയാൽ എൻ്റെ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നേരെ വന്നാൽ അതെന്തായിരിക്കും അതിൻ്റെ ഗൗരവം. അല്ലാഹ് അത്തരം ശിക്ഷകളിലും അത്തരം വിപത്തുകളിലും അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങളെന്താ പറയുന്നത്, ഒന്നിച്ച് കിടന്നുറങ്ങിയ ഉമ്മ ഒന്നിച്ചില്ല, ഉപ്പയില്ല. ആരെല്ലോ അന്ന് വേറെ സ്ഥലത്തെല്ലാം പോയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അവിടെ ഉണ്ടായത്. രാത്രി ഉറങ്ങുന്ന സമയത്തൊന്നും ആർക്കും ഒന്നും അറിയില്ല. 1:30 മണി സമയത്ത്, അന്നത് ആ മലൻ്റെ പേര് മറന്നുപോയി, ആ മല മൊത്തത്തിൽ ഇടിച്ച് മുണ്ടൊക്കെ ഈ ഗ്രാമവും മൊത്തം നാട് തുടച്ചു നീക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കേരളം ആകെ വിറങ്ങലിച്ച് നിൽക്കുന്നു. ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് എന്നുള്ള കലക്ഷൻ. അതുപോലെ തന്നെ നമ്മളിത് മനസ്സിലാക്കണം. അവിടെ ഈ വിപത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുർആനിൽ ചില ശിക്ഷകൾ ഇറക്കിയത് നമുക്ക് ഖുർആൻ വായിച്ചെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ആദ് സമൂഹത്തിനെ അള്ളാഹു ശിക്ഷിച്ചു. എങ്ങനെയാണ് കളവാക്കിയ ആദിനെ നശിപ്പിച്ചത്? അങ്ങനെ ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമിൻ അഹ്സിൻ മുസ്തമിർ. മറ്റൊരു സ്ഥലത്ത്
ആ സമൂഹത്തെ നശിപ്പിച്ചു എന്നാ പറഞ്ഞു. 7 രാത്രിയും 8 പകലുകളും നിർക്കാത്ത കാറ്റടിച്ച് വീശിക്കൊണ്ട് കൊന്നു എന്നാ. അതൊരു സംഭവമാണ്. നബിയെ കളവാക്കിയതിന് ശിക്ഷയായിട്ട് വരും, ഇങ്ങനെയൊക്കെ വരാം. അതുപോലെ തന്നെ ഈസാ നബിന്റെ ഒരു ദൂതന്മാരെ ചെയ്തവരെ കൊന്ന കാര്യം സൂറത്ത് യാസീൻ പറയുന്നു. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുദ്ദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. കാറ്റുകൾ കൊണ്ട് നശിപ്പിച്ചതുപോലെ തന്നെ ഈസാ നബിന്റെ ദൂതന്മാർ ധിക്കരിച്ചവരെ എങ്ങനെ കൊന്നു എന്ന് പറഞ്ഞ് ഒരു ശബ്ദമാണ് സൈഹ. ഘോരമായ ഒരു ശബ്ദം വന്നു, എല്ലാവരും മരിച്ചുപോയി. താങ്ങാൻ പറ്റാത്ത ഒരു ശബ്ദം വന്ന് നമ്മളെല്ലാം മരിച്ചു പോകും, യാതൊരു സംശയം വേണ്ട. എന്നാൽ മറ്റവരെ കൊന്നത് ഫിറൗന്റെ, ഞാൻ പറഞ്ഞല്ലോ ഫിറൗനെ കൊന്നത് എങ്ങനെയാ? മുക്കിക്കൊല്ലേത്. വഇദ് ഫറഖനാ ബികുമുൽ ബഹറ ഫഅൻജയ്നാകും ഫഅഗ്റഖനാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, അവരെ മുക്കിക്കൊല്ലുകയും ചെയ്യും. എന്നാലോ ഭൂമിന്റെ അടിയിൽ താഴ്ത്തിയ സംഭവം ഖുർആൻ പറയുന്നു അല്ലേ? ഖാറൂൻ മുതലാളിനെ കുറിച്ച് പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ഖാറൂൻ മുതലാളിയെ കുറിച്ച് പറയുന്നു. പക്ഷെ ഇവിടെ ഇപ്പം വയനാട്ടിൽ നടന്നത് നമുക്ക് 2-3 രീതിയിൽ പറയാം. ഒന്ന് അങ്ങനെ ഏതെങ്കിലും ശിക്ഷയാവാം, അതല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ സൂറത്ത് ഉമ്മിൽ പറഞ്ഞതുപോലെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ഈ കരയിലും കടലിലും കുഴപ്പങ്ങൾ വർദ്ധിച്ചു, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. അതൊരു വിഷയമാണ്. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന മക്കള് വൈഫിനെയും മക്കളെയും കുടുംബത്തിനെയൊക്കെ കൂട്ടി ഒരു 5 ദിവസം വയനാട്ടിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് വരുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ വ്യാപകമാണ്. ഗൾഫിൽ നിന്ന് വന്നാൽ 5 ദിവസം അവിടെ പോയി കറങ്ങുക. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ടൂറിസം വല്ലാതെ വികസിക്കുന്നുണ്ട്. ടൂറിസം വികസിക്കുമ്പോൾ അതിന് വികസനം വല്ലാതെ വരുമ്പോൾ മലയാണെന്നോ കരയാണെന്നോ നോക്കാതെ അവർ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ചില മലകളിലൊക്കെ വിള്ളൽ വീണിട്ടുണ്ടാവും, ഇതാരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അത്തരം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി നിറയും, ശക്തമായ ഇത് വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താ അള്ളാഹ് പറഞ്ഞ അങ്ങനെ തന്നെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിൽ കരയിൽ കുഴപ്പമുണ്ടായത്. വയനാട്ടിൽ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു തിമിങ്ങലത്തിൻ്റെ വയറ് കയറിയപ്പോൾ 1 ടണ്ണാണ് പാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി തന്നെ വയറ്റുന്നെടുത്തത്. ആരെയും ഉണ്ടാക്കിയ കെടുതി നമ്മൾ തന്നെയല്ലേ? എളുപ്പത്തിന് വേണ്ടി ഓരോ സാധനം സഞ്ചിയിലേക്ക് വാങ്ങി അതുകൊണ്ട് കളഞ്ഞ്. ഇത്രമാത്രം അപകടകരമാണ്. അപ്പോൾ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നത്, ഈ നാട് നശിക്കാൻ നമ്മൾ തന്നെ കാരണക്കാരാണ്. അള്ളാഹു നല്ല നല്ല ഭൂമിയെ അതിനുള്ള സെറ്റപ്പ് നമുക്ക് തന്നു, നമ്മൾ അത് തന്നെ ഇല്ലാണ്ടാക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വന്നാൽ നമ്മളെയും കൊണ്ട് ഈ ഭൂമി അങ്ങ് ചെയ്ത് കെടുതി നമ്മൾ തന്നെ അനുഭവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ നമ്മൾ ചെയ്യാനുള്ളത് കഴിയുന്നത്രയും, നമുക്കറിയാൻ ഇന്ന് പത്രത്തിൽ കണ്ടൊരു വാർത്ത, ഒരു പെൺകുട്ടി പറഞ്ഞു ആർക്കെങ്കിലും ചെറിയ പിഞ്ചു മക്കളുണ്ടെങ്കിൽ ഞാൻ മുല കൊടുക്കാമെന്ന്. ആ പെണ്ണിന് അത് ചെയ്യാൻ കഴിയും. എത്രയോ പിഞ്ചു കുട്ടികൾ, ഉമ്മമാരെല്ലാം മരിച്ചുപോയതിൻ്റെ കുട്ടികളുണ്ട്, ഉമ്മമാരില്ലാതെ. അത്ര ചെറിയ മുലക്കൂട് കുടിക്കുന്ന മക്കളാണെങ്കിൽ ഞാൻ അത് പത്രത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിപത്തുകൾ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു വിപത്ത് ഏതെങ്ങനെയും വന്നാൽ ഈ കേരളത്തിൻ്റെ ഒരുമയും ഒത്തൊരുമയും നമ്മൾ എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. നിങ്ങൾക്കറിയാലോ, ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ ചെയ്തത് നിങ്ങളറിയോ? ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആകാശത്തേക്ക് കൈയുയർത്തിയതും സുജൂദിൽ കരഞ്ഞതും മുസ്ലിങ്ങളല്ലാതെ ആരാണുള്ളത്? മഹാഭൂരിപക്ഷത്തിന് 400 അവർ വന്ന് കയറിയിട്ട് എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കടലാസും ആധാറും എടുത്തിട്ട് നമ്മൾ എപ്പം ജനിച്ചത് നമ്മൾ തെളിയിക്കേണ്ടി വരൂലേ? ഇപ്പോഴത്തെ അവസ്ഥ, വീൽ ചെയറിൽ ഇരിക്കുന്നു, 2 പേര് ഉന്തുന്നു. ഇതാണ് അവസ്ഥ. നട്ടലിനുള്ള കൊടുത്തൊരടിയ ഇരുന്നു പോയി, അതിനുശേഷം ഒരക്ഷരമില്ല. നമ്മൾ കണ്ടില്ലേ? അപ്പൊ ദ്വാ ചെയ്യ സുഹൃത്തുക്കളെ, ദ്വാ കൊണ്ട് മാറാത്ത ഒന്നുമില്ല. നിങ്ങൾ അറിയണോ, ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ ഇപ്പം കേരളത്തിലുണ്ട്. മുസ്ലിങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് പോകാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ വിജയം. നമ്മുടെ ദ്വാരാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള തെളിവാണ് ഇപ്രാവശ്യത്തെ അവസാനം നടന്ന ഇലക്ഷൻ ഇല്ലേ? ഭയപ്പെട്ടിരുന്ന മുസ്ലിങ്ങൾക്ക് ഏറ്റവും സമാധാനം നൽകുന്നതല്ലേ ഈ ഇലക്ഷന്റെ റിസൾട്ട് അല്ലേ? എല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിരന്തരം നമ്മൾ ദ്വാ ചെയ്യാം. കോടിക്കണക്കിന് ആൾ ഇന്ന് റോഡ് വീതിയിൽ അങ്ങ് പ്രകടനം നടത്തി തിരുവനന്തപുരം പോയോണ്ടൊന്നും ഒരു സഹായം ഒന്നാലും ഉണ്ടാവില്ല. നമ്മൾ കരഞ്ഞു പറയുക, ഏകനായ റബ്ബിനെ വിളിച്ച് ദുആ ചെയ്യുക,
അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് സൂറത്തുൽ റഅദിലെ ആ ഒരു ആയത്ത് മാത്രം പറയുകയാണ് ഞാൻ. വഅദല്ലാഹു 55-ാമത്തെ ആയത്താണ്. സൂറത്ത് റഅദല്ല, സൂറത്ത് നൂർ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഈ ആയത്ത് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു 10 ആവർത്തി വായിക്കും. സൂറത്തുൻ നൂർ 55-ാമത്തെ ആയത്ത്. ഒരു മുസ്ലിങ്ങൾക്ക് വളരെ തണുപ്പ് നൽകുന്ന ഒരു ആയത്താണത്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളെ കൂട്ടത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യും വിശ്വസിക്കുകയും ചെയ്ത മനുഷ്യന്മാർക്ക് അള്ളാഹു വാഗ്ദത്തം നൽകുകയാണ്. എന്താ വാഗ്ദത്തം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. മുൻഗാമികളായ ആൾക്കാർക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുത്തതുപോലെ നിങ്ങൾക്കും ഞാൻ നൽകും. മിൻ ബഅദി ഖൗഫിഹിം അംന. നിങ്ങൾക്ക് ഭയപ്പാടിന് ശേഷം നിർഭയത്വം അള്ളാഹു നൽകും. അവസാനം പറഞ്ഞെന്താ അറിയോ? യഅബുദൂനനി. യഅബുദൂനനി എന്ന് പറഞ്ഞാൽ കേരളത്തിലായിരിക്കും തർക്കമൊന്നുമില്ല. അന്നാലും എല്ലാവരും ആരാധിക്കുന്നവരോ വിഭാഗീയതയില്ലാണ്. മുജാഹിദായാലും സുന്നിയായാലും തബ്ലീഗായാലും അന്നാലും ആരാധിക്കുന്നവരാണ്. രണ്ടാമത്തെ പ്രശ്നം ലാ യുശ്രികൂന ബി ശൈഅ. എന്നിൽ നിന്ന് ഒരു ശിർക്ക് നിങ്ങൾ വെക്കാൻ പാടില്ല. എനിക്ക് പങ്കുകാരാക്കാതെ എന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു, അവരുടെ കാര്യം ഞാൻ ഏറ്റു എന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്തിനാ നമ്മൾ പഠിക്കുന്നത്? പിന്നെന്തിനാ മുസ്ലിം പഠിക്കുന്നത്? അത്രയും നല്ല ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ഏകനായ റബ്ബനെ മുറുക്കി പിടിച്ച് മുന്നേറുക. അള്ളാഹു നമ്മളെ സഹായിക്കും, യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞ കാര്യം, വയനാട്ടിൻ്റെ കാര്യം, അത്യാവശ്യം അവരുടെ കയ്യിലുള്ളതിൻ്റെ പരമാവധികൾ കൊടുക്കണം. ചെറിയ ചെറിയ എന്തെങ്കിലും എറിഞ്ഞിട്ട് പോകരുത്. നമ്മളെ സുഹൃത്തുക്കളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ പള്ളികളിലൊക്കെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ലെവലിലൊക്കെ കൊടുക്കുന്നതിന് പല നിരക്കുള്ള കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2019 മറ്റോ നടന്ന പ്രശ്നത്തിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വരെ അവരുടെ 1 മാസത്തെ ശമ്പളം നീക്കിയിട്ടുണ്ട് കേരളത്തിലേക്ക്. ഞാൻ വായിച്ചതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരും ഒട്ടും മോശമാക്കാൻ പാടില്ല. നമ്മുടെ എല്ലാവിധ സംഘടനകളും വളരെ ആവശ്യത്തോടു കൂടി തന്നെ സഹകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് കാശ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാ വിധത്തിലും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തെല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാറ്റിൽ നിന്നും നമ്മളെയും വയനാട്ടിലെ സർവ്വജനങ്ങളെയും അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. ഏത് പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹുവിൻ്റെ രക്ഷയും കാവലും നമ്മൾ എപ്പോഴും തേടുക സുഹൃത്തുക്കളെ. അതുകൊണ്ട് മൺമറിഞ്ഞു പോയ ധാരാളം മരിച്ച മനുഷ്യനടക്കമുള്ള പലരും നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين والمؤمنين في فلسطين. اللهم انصر المسلمين والمؤمنين في فلسطين. اللهم انصر المسلمين والمؤمنين في فلسطين. اللهم انصر المسلمين والمؤمنين في كل مكان يا رب العالمين. اللهم ارفع عنا البلاء والوباء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء يا رب العالمين. اللهم ارزقهم بمسلمين في كل مكان يا رب العالمين. اللهم وحد صفوفهم واجمع كلمتهم بالحق يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.